Good morning, children. Are you fine? Okay. Take your test. Page number 132. Page number 132. Look your test. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുഡ് ബിഹേവിയറിനെ കുറിച്ച്. എന്താണ് ഗുഡ് ബിഹേവിയർ? Everyone likes a child with good manners and habits. When we wake up in the morning, we should wish others good morning. We should also wish others good night before going off to sleep. When we wake up in the morning, we should wish others good morning. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമ്മൾ മറ്റുള്ളവർക്ക് എന്താ പറയേണ്ടത്? ഗുഡ് മോർണിംഗ്. വെൻ വി വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ് വി ഷുഡ് വിഷ് അതേഴ്സ്. മറ്റുള്ളവരെ എങ്ങനെ വിഷ് ചെയ്യണം? ഗുഡ് മോർണിംഗ് പറഞ്ഞ് വിഷ് ചെയ്യണം. വി ഷുഡ് ഓൾസോ വിഷ് അതേഴ്സ് ഗുഡ് നൈറ്റ് ബിഫോർ ഗോയിങ് ഓഫ് ടു സ്ലീപ്പ്. അതുപോലെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും എങ്ങനെയാണ് വിഷ് ചെയ്യേണ്ടത്? ഗുഡ് നൈറ്റ്. എന്താ പറയേണ്ടത്? ഗുഡ് നൈറ്റ്. വി ഷുഡ് ഓൾസോ വിഷ് അതേഴ്സ് ഗുഡ് നൈറ്റ് ബിഫോർ ഗോയിങ് ഓഫ് ടു സ്ലീപ്പ്. നെക്സ്റ്റ്, when we receive a gift from somebody, we must say thank you. When we receive a gift from somebody, we must say thank you. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം ആരെങ്കിലും തന്നു ഉടനെ നിങ്ങൾ എന്ത് പറയണം? അവർക്ക് താങ്ക് യു പറയണം. എന്താ പറയേണ്ടത്? താങ്ക് യു. എന്തെങ്കിലും സമ്മാനമോ മറ്റെന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? അവർക്ക് താങ്ക് യു പറയുക. വെൻ വി റിസീവ് എ ഗിഫ്റ്റ് ഫ്രം സംബഡി വി മസ്റ്റ് സേ താങ്ക് യു. Next, we should say sorry when we make a mistake or hurt somebody accidentally. We should say sorry when we make a mistake or hurt somebody accidentally. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ അറിയാതെ വേദനിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് എന്താ പറയേണ്ടത്? സോറി പറയണം. എന്താ പറയേണ്ടത്? സോറി. നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യാറുണ്ടോ? ഓക്കെ. We should say sorry when we make a mistake or hurt somebody accidentally. Next, when we ask someone for something, we must always say please. When we ask someone for something, we must always say please. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരിൽ നിന്ന് വേണം, അവരോട് നമ്മൾ ആവശ്യപ്പെടും. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണം, അത് നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരോട് ആവശ്യപ്പെടാറുണ്ട്. ആവശ്യപ്പെടുമ്പോൾ എങ്ങനെ പറഞ്ഞാണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത്? പ്ലീസ്, പ്ലീസ് ഗിവ് മി എ ഗ്ലാസ് ഓഫ് വാട്ടർ. അമ്മയോട് തന്നെ ഇപ്പം ചോദിക്കുന്നു, അമ്മ എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ? അതെങ്ങനെ ചോദിക്കണം? പ്ലീസ് ഗിവ് മി എ ഗ്ലാസ് ഓഫ് വാട്ടർ മാം. അങ്ങനെ ചോദിച്ചൂടെ? അതുപോലെ നിങ്ങളുടെ ഫ്രണ്ടിനോട് നിങ്ങൾക്കൊരു പെൻസിൽ വേണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എറേസർ വേണം, എങ്ങനെ നിങ്ങൾ ചോദിക്കുന്നത്? പ്ലീസ് ഗിവ് മി എ പെൻസിൽ. അതുപോലെ നമ്മൾ പ്ലീസ് ചേർത്ത് വേണം പറയാൻ. വെൻ വി ആസ്ക് സമ്മൺ ഫോർ സംതിങ് വി മസ്റ്റ് ഓൾവേസ് സേ പ്ലീസ്. ഓക്കെ. നെക്സ്റ്റ്, വി ഷുഡ് കവർ അവർ മൗത്ത് വെൻ വി സ്നീസ് ഓർ കഫ്. വി ഷുഡ് കവർ അവർ മൗത്ത് വെൻ വി സ്നീസ് ഓർ കഫ്. ഇനി അതുപോലെ നമ്മൾ തുമ്മുമ്പോഴ് ചുമയ്ക്കുമ്പോഴ് ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ മൗത്ത് കവർ ചെയ്ത് വേണം തുമ്മുകയും ചുമയ്ക്കുകയും ഒക്കെ ചെയ്യാൻ. എന്തെങ്കിലും കർച്ചീഫോ എല്ലാം ഉപയോഗിച്ച് കവർ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ തുമ്മുമ്പോൾ അതിൽ നിന്ന് മറ്റേ രോഗാണുക്കൾ മറ്റുള്ളവരിലേക്കും പകരും, അല്ലേ? വി ഷുഡ് കവർ അവർ മൗത്ത് വെൻ വി സ്നീസ് ഓർ കഫ്. വി ഷുഡ് കവർ അവർ മൗത്ത് വെൻ വി സ്നീസ് ഓർ കഫ്. ഓക്കെ ചിൽഡ്രൻ, ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ വായിക്കാനും പഠിക്കുക. എപ്പോഴാണ് താങ്ക് യു പറയുന്നത്, സോറി പറയുന്നത്, അതുപോലെ പ്ലീസ്, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, അതൊക്കെ എപ്പോഴാണ് നമ്മൾ ആ വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്? എല്ലാവരും അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ ചിൽഡ്രൻ, താങ്ക്സ്.